അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SGOU MA അറബിക് സെക്കൻഡ് സെമസ്റ്റർ അപ്രീഷിയേറ്റിംഗ് അറബിക് ഡ്രാമ എന്ന പേപ്പറിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് 2 തൗഫീഖുൽ ഹക്കീം വ മസ്റഹിയ്യത്തുൻ നസ്രിൽ അറബി. തൗഫീഖുൽ ഹക്കീമും അദ്ദേഹം ഗദ്യ നാടകങ്ങൾക്ക് നൽകിയ സംഭാവനകളുമാണ് ഈ യൂണിറ്റിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 2 പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഏരിയ ഇതാണ്: തൗഫീഖുൽ ഹക്കീം വ മസ്റഹിയ്യത്തുൻ നസ്രിൽ അറബി. തൗഫീഖുൽ ഹക്കീം വൽ ഫന്നുൽ മസ്റഹി, അദ്ദേഹത്തിൻ്റെ ഇസ്ഹാമാത്ത് സംഭാവനകൾ. പിന്നെ അദ്ദേഹം പ്രധാനമായിട്ട് നൽകിയൊരു സംഭാവനയാണ് അൽ മസ്റഹു ദിഹിനി, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുറച്ച് നാടകങ്ങൾ, അതിൻ്റെ ഒരു സമ്മറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ചിട്ടൊന്ന് പറയാം. അദ്ദേഹവും പിന്നെ കലയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം. അൽഹറ മുന്ദു സിഗരിഹി ഇഹ്തിമാമഹുൽ കബീർ ബിൽ അദബി വൽ മസ്റഹ്. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തോടും നാടകത്തോടൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കാന യഹ്ദുറുൽ ഉറൂദ് അൽ മസ്റഹിയ്യ ലി ഫിർഖത്തി ജോർജ് അബിയലിൻ്റെ, അദ്ദേഹം വലിയൊരു നാടകകൃത്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘം അവതരിപ്പിച്ചിരുന്ന നാടക പ്രസന്റേഷനുകളിൽ അദ്ദേഹം സദാ പങ്കെടുക്കാറുണ്ടായിരുന്നു. കതബ മസ്റഹിയ്യാത്തിൻ ഖസീറ ഫിൽ മദ്രസ. ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അലി ബാബ, ഖാത്തം സുലൈമാൻ, അൽ അരീസ് പോലുള്ള. അദ്ദേഹം പിന്നെ പാരീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ പ്രാചീന ഗ്രീക്ക് നാടകം അവിടെ പോയിട്ടാണ് അദ്ദേഹം പഠിക്കുന്നത്. അതായത് ട്രാജഡിയ, കോമഡിയ, ട്രാജഡി കോമഡി രൂപത്തിലുള്ള 2 തരം നാടകങ്ങളും അദ്ദേഹം അവിടുന്ന് പഠിച്ചെടുത്തു. തഅസ്സറ ബിൽ മസ്റഹിൽ ഉറുബി വൽ ഖിസ്സ അൽ ഉറുബിയ. യൂറോപ്യൻ നാടകത്തിലും അതുപോലെ യൂറോപ്യൻ കഥയിലൊക്കെ അദ്ദേഹം വലിയ ആകൃഷ്ടനായിട്ടുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. കതബ അൻ കിഫാഹി ശഅബിൽ മിസ്രിയ മിൻ അജ്ലിൽ ഹുദിയ. ഈജിപ്ഷ്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇനി മറാഹിലു തതവ്വുരി മസ്റഹിഹി, അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളാണ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഇതിലേക്ക് ചെറിയൊരു സൂചന നൽകിയിരുന്നു. അൽ മസ്റഹിയ അൽ ഫുകാഹിയ, അദ്ദേഹം ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത് ഹാസ്യ രൂപത്തിലുള്ള നാടകങ്ങളായിരുന്നു. ഫുകാഹിയ എന്ന് പറഞ്ഞാൽ തമാശ രൂപത്തിലുള്ള, ഇങ്ങനെ കളിയാക്കുന്ന കോമിക് ആയിട്ടുള്ള രൂപത്തിലുള്ള നാടകങ്ങൾ. 1919 അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയത് അൽ-ലൈഫു സഖീൽ എന്ന് പറയുന്ന ഒരു നാടകമാണ്. അത് ഇംതസജത് ബിൽ ഗിനാഇയ്യ വ ബിത്താബഇൽ ഇജ്തിമാഇ, സോഷ്യൽ വിഷയങ്ങളും അതുപോലെ കവിതയും ഒക്കെ പാട്ടുമൊക്കെ മിക്സ് ആക്കിക്കൊണ്ടുള്ള ഒരു നാടകമായിരുന്നു അൽ-ലൈഫു സഖീൽ. തുഷീറു ഹാദിഹിൽ മസ്റഹിയ ഇല റൂഹിൽ ഖൗമിയ ഫി തിൽക്കൽ ഫത്ര ഫി മിസ്ർ ഇബാന സൗറ. 1919 കലാപത്തിൻ്റെ തൊട്ടുടനെ ഈജിപ്തിൽ നിലനിന്നിരുന്ന ഒരു ദേശീയ ആത്മാവിനെ ഉണർത്തുന്ന, അതിലേക്ക് സൂചന നൽകുന്ന ഒരു നാടകമാണ് അൽ-ലൈഫു സഖീൽ എന്നുള്ളത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഘട്ടം അൽ മസ്റഹിയ അൽ ഇജ്തിമാഇയ്യ അൽ വാഖിഇയ്യ, സോഷ്യൽ റിയലിസ്റ്റിക് നാടകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ 2 വാള്യങ്ങളിലായിട്ട് ജംഅ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അൽ മസ്റഹുൽ മുനവ്വഅ, 2 മസ്റഹുൽ മുജ്തമഅ. ഈ 2 പുസ്തകങ്ങളിലും 21 വീതം നാടകങ്ങളാണ്. അങ്ങനെ 42 വ്യത്യസ്ത നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലധികവും കോമഡി രൂപത്തിലുള്ള നാടകങ്ങളാണ്. അതായത് സോഷ്യൽ പ്രശ്നങ്ങളെയൊക്കെ, പ്രോബ്ലംസിനെയൊക്കെ വിമർശിക്കുന്ന തരത്തിലുള്ള നാടകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം കടന്നു പോയൊരു ഘട്ടമാണ് അൽ മസ്റഹിയ അൽ ദിഹിനിയ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കാനുണ്ട്. അൽ മസ്റഹിയ അൽ ദിഹിനിയ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മസ്റഹിയാത്ത്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു നാടക കലയിൽ ഏറ്റവും ഉത്തുംഗതയിലേക്ക്, ഏറ്റവും അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്നത്. ഖിമ്മത്തുൻ നളിജിൽ ഫന്നി, അദ്ദേഹത്തിൻ്റെ കലാപരമായ പാരമ്യതയിലേക്ക് എത്തുന്നത് ഈ അൽ മസ്റഹിയ ദിഹിനിയയിലൂടെയായിരുന്നു. അദ്ദേഹം അതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് റക്കസത്ത് അൽ ഫിക്രി വ തഅമ്മുലിൽ ഫൽസഫി, ഫിലോസഫിക്കലായിട്ടുള്ള റിഫ്ലക്ഷൻ, അതുപോലെ
ചിന്തകൾക്കൊക്കെയാണ് അദ്ദേഹം ഫോക്കസ് കൊടുത്തത്. അതുപോലെ ത്വറഹ ഫർദിയാത്തിൻ ദിഹിനിയ മുജറദ, അതുപോലെ അദ്ദേഹം ഇന്റലക്ച്വൽ ആയിട്ടുള്ള നിഗമനങ്ങളൊക്കെ അദ്ദേഹം അതിൽ ആവിഷ്കരിച്ചു. ഈ ഒരു ഇനത്തിൽ പെടുന്ന അദ്ദേഹത്തിന്റെ രചനകളാണ് അഹ്ലുൽ കഹ്ഫ്, ഔദത്തു ശബാബ്, റിഹ്ലത്തുൻ ഇലൽ ഔദ് എന്നുള്ളതൊക്കെ. പിന്നീട് അദ്ദേഹം അൽ മസ്റഹിയ അൽ ഹാദിഫ 1952 ശേഷം അദ്ദേഹം പ്രത്യേകമായി പർപ്പസ്ഫുൾ ആയിട്ടുള്ള നാടകങ്ങൾ രചിക്കാൻ തുടങ്ങി. അതായത് മസ്റഹിയാത്തുൻ തുഅബ്ബിറു അനിൽ ഫൽസഫ അൽ ഇഷ്തിറാക്കിയ വ അഫ്കാരിൽ അദാലത്തിൽ ഇജ്തിമാഇയ്യ, സോഷ്യലിസ്റ്റ് ഫിലോസഫിയെ കുറിച്ചും അതുപോലെ സോഷ്യൽ ജസ്റ്റിസിന്റെ ചിന്തകളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന നാടകങ്ങളാണ്. അതായത് ഇതിൽപ്പെട്ടതാണ് അൽ ഐദിൻ നായിമ, അസ്സഫക പോലുള്ള നാടകങ്ങളൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിൽ അൽ അൽ മസ്റഹിയ അല്ലാ മഅഖൂല, അബ്സേർഡ് പ്ലേ അല്ലെങ്കിൽ അബ്സേർഡ് ഡ്രാമ അല്ലെങ്കിൽ ഇല്ലോജിക്കൽ ഡ്രാമ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മനുഷ്യന്റെ ആന്തരികമായ അവസ്ഥകളെ ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾ. അതായത് പൂർണ്ണമായി നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഭാഷകളൊക്കെ ഉപയോഗിച്ച് കൃത്യമായ ഒരു പിടുത്തം കിട്ടാത്ത രൂപത്തിലുള്ള അവതരണമാണ് അൽ മസ്റഹിയ അല്ലാ മഅഖൂല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ട ഒരേ ഒരു നാടകമാണ് യാ ത്വാലിയ ഷജറ എന്നുള്ളത് അദ്ദേഹം എഴുതിയത്. ഇനി അദ്ദേഹത്തിന്റെ സംഭാവനകൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണിത്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇർത്തഖ ബിൽ മസ്റഹി മിനത്ത് തസ്ലിയത്തി വത്തർഫീഹി ഇലൽ ഫിക്രി വൽ ഫൽസഫ. നാടകത്തെ അദ്ദേഹം ഒരു എന്റർടൈൻമെന്റ് എന്ന അവസ്ഥയിൽ നിന്ന് ചിന്ത, ഫിലോസഫി എന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം എന്തായി കൊണ്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ ഒന്നാമത്തെ ഒരു സംഭാവന എന്ന് പറയുന്നത്. ആദ്യം കാലത്തൊക്കെ ഈ നാടകം ഒരു എന്റർടൈൻമെന്റിന് അല്ലെങ്കിൽ ഒരു ആനന്ദത്തിനുള്ള ഒരു ഉപാധിയായിരുന്നെങ്കിൽ അത് ചിന്ത, അതുപോലെ ഫിലോസഫി ആ ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുപോയി എന്നാണ്. കാന ദാലിക മുതഅസ്സിറൻ ബി എബ്സൺ, ബെർണാഡ് ഷോ, പിന്നെ ബെറാൻഡല്ലോ തുടങ്ങിയ വെസ്റ്റേൺ സാഹിത്യകാരന്മാരിൽ ആകൃഷ്ടനായിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അദ്ദേഹം റംസിയെയും വാഖിയെയും അദ്ദേഹത്തിന്റെ രചനകളിലേക്ക് കൊണ്ടുവന്നു വന്നത്. റംസിയ എന്ന് പറഞ്ഞാൽ സിംബോളിസം, അതായത് ഒരു ആശയത്തെ ഒരു സിമ്പിളായിട്ട് അവതരിപ്പിക്കുക. വാഖിയ എന്ന് പറഞ്ഞാൽ റിയലിസം. അപ്പൊ സിംബളിസത്തെയും റിയലിസത്തെയും അദ്ദേഹം മിക്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് രണ്ടും തന്റെ കൃതികളിൽ അദ്ദേഹം എന്തായി ഉൾപ്പെടുത്തി എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇബ്തക്കറ അല്ലുഗ അസ്സാലിസ, മൂന്നാമതൊരു ലാംഗ്വേജ് അദ്ദേഹം പുതുതായി കണ്ടെത്തി. അതായത് ബൈനൽ ഫുസ്ഹ വൽ ആമിയ, ഫസിഹായ വളരെ സാഹിത്യ രൂപത്തിലുള്ള ലാംഗ്വേജിന്റെയും കൊളോക്കിയൽ ലാംഗ്വേജ്, നാടൻ ലാംഗ്വേജിന്റെ ഇടയിൽ ഒരു മൂന്നാമതൊരു ലാംഗ്വേജ് അദ്ദേഹം തന്റെ കൃതികളിൽ എന്തായി ആവിഷ്കരിച്ചു കൊണ്ടുവന്നു എന്നതാണ്. അതുപോലെ തന്നെ ജാലൽ മസ്റഹിയ അൽ അറബിയ നൗഅൻ അദബിയൻ ആലമിയൻ, അറബ് നാടകത്തെ ഒരു ലോക തലത്തിൽ തന്നെ ഒരു വലിയ സാഹിത്യ ശാഖയാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു. പിന്നീട് അൽ മസ്റഹു ദിഹിനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭാവനയാണ്. അൽ മസ്റഹു ദിഹിനി എന്ന് പറയുന്നത് എന്താണ്? മസ്റഹു ദിഹിനി എന്ന് പറഞ്ഞാൽ മിൻ അബ്രസി ഇസ്ഹാമാത്തി തൗഫീഖിൽ ഹക്കീം ഫിൽ മസ്റഹിൽ അറബി ഇബ്തികാറുഹു ലിമാ യുസമ്മ ബിൽ മസ്റഹി ദിഹിനി. ഈ തൗഫീഖുൽ ഹക്കീം നൽകിയ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ മസ്റഹു ദിഹിനി എന്ന് പറയുന്നത്. എന്താണ് അൽ മസ്റഹു ദിഹിനി എന്ന് പറഞ്ഞാൽ? മസ്റഹുൽ അഫ്കാരി വൽ ഉഖൂൽ, ചിന്തകളുടെയും ബുദ്ധികളുടെയും നാടകമാണ്. അക്സറ മിൻ കൗനിഹി മസ്റഹൽ ഹറക വൽ അഫ്ആൽ, ചലനത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും മസ്റഹിയത്തിന് പകരം അതിനേക്കാൾ കൂടുതൽ, ചലനാത്മകതയേക്കാൾ കൂടുതൽ ചിന്തക്കും അതുപോലെ ബുദ്ധികൾക്കും വിസ്ഡത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള പിന്നെ നാടകങ്ങളാണ് അൽ മസ്റഹു ദിഹിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇഅ്തമദ അൽ ഫിക്രി വൽ ഹിവാർ അക്സറ മിനൽ ഹർക, ചലനത്തേക്കാൾ കൂടുതൽ ചിന്തകൾക്കും കൺവെർസേഷനുകൾക്കും പ്രാധാന്യം കൊടുത്തു. അതുപോലെ ജഅൽ മുമസ്സിലീന, അതിലെ അഭിനേതാക്കളെ അദ്ദേഹമാക്കി അഫ്കാറൻ തതഹറക്, ചലിക്കുന്ന ചിന്തകളാണ് അതിലെ അഭിനയിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് മസ്റഹു ദിഹിനിയുടെ പ്രത്യേകത. പിന്നെ ഒന്ന് ആലജ ഖവായ ഇൻസാനിയ സമൻ ഹുജിയ വഈ പോലുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് അദ്ദേഹം മസ്റഹിയാത്ത് ദിഹിനിയയിൽ കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ മസ്റഹിയ ദിഹിനിയ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അതിന്റെ ഏറ്റവും പാരമ്യതയിലേക്ക് അത് എത്തിച്ചേരുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം ഈ 3 നാടകങ്ങളാണ് എഴുതിയത്. അഹ്ലുൽ കഹ്ഫ്, ഉസ്ഫൂറും മിനശ് ശർഖ്, ഔദത്തുർ റൂഹ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഷഹർസാദ്, റസാസത്തുൻ ഫിൽ ഖൽബ്, ആസിഫുൻ നായി. മൂന്നാമത്തെ ഘട്ടത്തിൽ ബജ്മാലിയൂൻ, നെഹ്റുൽ ജുനൂൻ, ബറാഖ്സ്, സുൽത്താനുൽ അലാം പോലുള്ള നാടകങ്ങൾ ആണ് എഴുതിയത്.
പിന്നീട് അദ്ദേഹത്തിന്റെ നാടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ രണ്ട് പുസ്തകങ്ങളിലേക്ക് എന്തായിട്ടുണ്ട്, രണ്ട് വിഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മസ്റഹുൽ മുജ്തമ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെയും സമൂഹത്തിന്റെയൊക്കെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നാടകങ്ങളുടെ സമാഹാരമാണ് മസ്റഹുൽ മുജ്തമ. മറ്റൊന്നാണ് മസ്റഹുൽ ജാദ്, അതായത് മനുഷ്യന്റെയും ലോകാടിസ്ഥാനത്തിനുമുള്ള വിവിധ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള മസ്റഹിയാത്താണ് മസ്റഹുൽ ജാദ്. ഇതിൽ പെടുന്നതാണ് അഹ്ലുൽ കഹ്ഫ്, ഷഹർസാദ്, ബിജ്മാലിയൂൻ, സുലൈമാൻ അൽ ഹക്കീം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ മിക്കതും വായനക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്, അല്ലാതെ എന്തിനു വേണ്ടിയിട്ടായിരുന്നില്ല, അഭിനയിക്കാൻ വേണ്ടി. അഭിനയത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം വായനക്ക് ഉള്ളതായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ പിന്നെ സമ്മറികളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മസ്റഹിയത്തു അഹ്ലുൽ കഹ്ഫ്. അഹ്ലുൽ കഹ്ഫ് എന്ന് പറയുന്നത് തൗഫീഖുൽ ഹക്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും മസ്റഹിയ ദിഹ്നിയയിൽ ഒന്നാമതായി അദ്ദേഹം രചിച്ചതുമായ ഒരു നാടകമാണ് മസ്റഹിയത്തു അഹ്ലുൽ കഹ്ഫ് എന്നത്. ഇത് വലിയ വിജയമാണ് നേടിയത് ലോകത്ത് തന്നെ. അത് ഒരുപാട് ലാംഗ്വേജുകളിലേക്ക്, ഫ്രഞ്ച്, ഇറ്റലി, ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കൊക്കെ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തഅ്തമിദു അല റംസ്, അദ്ദേഹം അതിൽ ഫോക്കസ് കൊടുത്തത് സിംബളിസത്തിനാണ്. സിംബൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതില് പിന്നെ ഈ നാടകത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ കഥ അദ്ദേഹത്തിന് പ്രചോദനമായത് പരിശുദ്ധമായ ഖുർആനിലെ അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികളുടെ കഥ പറയുന്നുണ്ട് അല്ലെ. അതായത് 3 വ്യക്തികൾ, അവർ 300 വർഷം ഉറങ്ങി, അതിനുശേഷം അവർ ഉണർന്നു. അപ്പോൾ അവർ ഒരു വ്യത്യസ്തമായ ലോകത്ത് എത്തിയതായിട്ടുള്ള ഒരു കഥയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ. ആ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നാടകം രചിക്കുന്നത്. ഇതിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സിറാഉൽ ഇൻസാനി മഅസ്സമൻ, മനുഷ്യൻ കാലവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, മാനൽ ഹയാത്തി വൽ മൗത്ത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും അർത്ഥ തലങ്ങൾ, അൽ അലാഖാത്തുൽ ഇൻസാനിയ വൽ ഇജ്തിമാഇയ ബഅദ ഔദത്തിൻ നാഇമീൻ ഹയാത്ത്, ആ ഉറങ്ങിയ ആളുകൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ശേഷം സാമൂഹ്യപരമായും മാനസികപരമായിട്ടും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, ഇതൊക്കെയാണ് അതിൽ അദ്ദേഹം ഈ മസ്റഹിയത്തു അഹ്ലുൽ കഹ്ഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു നാടകമാണ് മസ്റഹിയത്തു ഷഹർസാദ് എന്ന് പറയുന്നത്. അത് അൽഫ് ലൈല വ ലൈല എന്ന് പറയുന്ന 1001 രാവുകൾ എന്ന് പറയുന്ന കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ 7 രംഗങ്ങളാണ്, സീനുകളാണുള്ളത്. ആ കഥ എന്താണ് നമുക്കറിയാം. ഷഹറിയാർ എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു പിന്നെ ചതി അദ്ദേഹം പിടികൂടുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ ദേഷ്യം വർദ്ധിക്കുകയും എല്ലാ സ്ത്രീകളിൽ നിന്നും അദ്ദേഹം പ്രതികാരമെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ ദിവസം അദ്ദേഹം ഓരോ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവരെന്താവും, ആ സ്ത്രീയെ കൊല്ലും. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. അങ്ങനെ ആ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര പേടിയിലായി, ഭയത്തിലായി. ആ സമയത്താണ് ജാഅത്ത് ഷഹർസാദ് ഇബ്നത്തുൽ വസീർ, അവിടുത്തെ മന്ത്രിയുടെ മകളായിരുന്ന ഷഹർസാദ് എന്ന് പറയുന്ന വളരെ ബുദ്ധിശാലിയായിരുന്ന ഒരു പെൺകുട്ടി വന്നത്. അവള് ഈ അവരുടെ നാട്ടിലെ സ്ത്രീകളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവള് രാജാവിന്റെ ഭാര്യയായി മാറി. അങ്ങനെ ഒന്നാമത്തെ രാത്രിയിൽ അവള് രാജാവിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കി നാളെ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം അതിന്റെ ക്ലൈമാക്സ് പറഞ്ഞു കൊടുക്കുന്നു, പുതിയൊരു കഥ അവതരിപ്പിക്കുന്നു. ആ കഥയുടെയും ക്ലൈമാക്സിലെത്തുമ്പോൾ എന്താകുന്നു, നിർത്തുന്നു. പിറ്റേന്ന് അങ്ങനെ ഓരോ ദിവസം പുതിയ പുതിയ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവര് എന്താക്കി, ആ നാട്ടിലെ സ്ത്രീകളെ മൊത്തം എന്തായി, ആ ഷഹർസാദ് എന്ന് പറയുന്ന ബുദ്ധിശാലിയായ ആ പെൺകുട്ടി രക്ഷപ്പെടുത്തിയ ഒരു കഥയാണ് മസ്റഹിയത്ത് ഷഹർസാദ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മറ്റൊരു മസ്റഹിയത്താണ് മസ്റഹിയത്തു ബജ്മാലിയൂൻ. ബജ്മാലിയൂൻ എന്ന് പറയുന്ന ഒരു നാടകം, അത് അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ ഡയമെൻഷൻ അതിൽ രചിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ്. അത് ഗ്രീക്ക് ഇതിഹാസമായ ബജ്മാലിയൂൻ ഗാലാത്തിയ എന്ന് പറയുന്ന ഒരു ഐതിഹ്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത് രചിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു കഥ ഉഫ്തുത്തിനൻ നഹാത്ത് ബജ്മാലിയൂൻ എന്ന് പറയുന്ന ഒരു പിന്നെ കൊത്തുപണിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്ത്രീയുടെ ബിംബം ഉണ്ടാക്കി. അങ്ങനെ ഇലാഹദ്ദി അന്നഹു ത്വലബ മിൻ ഇലാഹ വീനസ് ദേവതയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ പിന്നെ ബിംബത്തിന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ജീവൻ കൊടുക്കപ്പെട്ട ആ ബിംബത്തിന് അദ്ദേഹം പേര് വെച്ചു, ഗാലാത്തിയ എന്ന പേര് വെച്ചു. അവരെ വിവാഹം ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത്,
ഈ പെണ്ണ് പിന്നെ ഈ അദ്ദേഹത്തിന് വലിയൊരു എന്തായി ഭാരമായി പിൽക്കാലത്ത് എന്തായി മാറി എന്നാണ്. അങ്ങനെ അദ്ദേഹം എന്തായി വീനസ് ദേവതയോട് വീണ്ടും ആവശ്യപ്പെട്ടു എന്ത് ഈ പിന്നെ പെണ്ണിനെ പഴയ രൂപത്തിലേക്ക് തന്നെ അതിന്റെ പ്രതിമ രൂപത്തിലേക്ക് തന്നെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് എന്തായി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് മസ്രഹിയത്തുൽ ഇബത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. ഇത് തൗഫീഖുൽ ഹക്കീമിന്റെ ഒരു ഫിലോസഫി, ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫി അവതരിപ്പിക്കുന്ന നാടകമാണ്. യഥാർത്ഥ മരണം എന്ന് പറയുന്നത് മൗത്തുൽ അഫ്കാർ, ചിന്തകളുടെ മരണമാണ്. ലാ മൗത്തുൽ ജസദ്, ശരീരത്തിന്റെ മരണമല്ല എന്ന് അദ്ദേഹം പറയുന്നു. തുഅക്കിസു തനാഖുലാത്തിൽ ഹയാത്ത് അൽ മലിഅ ബിൽ ഖൗഫി വൽ ഖലഖ്, ഭയവും ഉത്കണ്ഠയും നിറഞ്ഞ ഈ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയാണ് അദ്ദേഹം അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അൽ ഇൻസാൻ യബ്ഹസു അൻ ഹിമായ സായിഫ അബറ അൽ അസ്ലിഹ ദവാത്തുൽ ഖത്ൽ വസായിൽ ദിമാർ ലാക്കിന്നഹ തഖൂദു ലിൽ ഹലാക്ക്. മനുഷ്യൻ എപ്പോഴും വ്യാജമായ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. എന്തിനൊക്കെ ആയുധങ്ങൾ, കൊല്ലാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതുപോലെ നശിപ്പിക്കാനുള്ള ടൂൾസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ രക്ഷയുടെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ലാക്കിന്നഹ തഖൂദുഹു ലിൽ ഹലാക്ക്, ആ ഉപകരണങ്ങളൊക്കെ അവനെ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. മറ്റൊന്നാണ് മസ്രഹിയത്തു ഈസിസ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിപ്പോയാൽ മതി. അത് ഒരു പ്രാചീന ഈജിപ്ഷ്യൻ മിഥോളജിയിൽ നിന്ന് അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയതാണ്. ഈസിസ് എന്ന് പറഞ്ഞാൽ ഹിക്മത്തിന്റെയും ഇൽമിന്റെയും ഫിലോസഫിയുടെയും ഒക്കെ ഒരു ദേവതയായിട്ട് അറിയപ്പെടുന്നതാണ്. അതിൽ പറയുന്നത് ഈസിസ് എന്ന് പറയുന്ന ഒരു നല്ല ഒരു ഭാര്യ, അവരുടെ ഭർത്താവായിരുന്ന ഓസോറിയസ് എന്ന് പറയുന്ന ഭർത്താവിനെ പ്രതിരോധിക്കുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നെ സമർപ്പിക്കുന്ന ഒരു കഥയാണ്. അതിൽ പറയുന്നത് ഐഡിയലിസത്തെ കുറിച്ചാണ്. അൽ മിസാലിയ മുഖാബൽ വാഖിയ, റിയാലിറ്റിയുടെ എതിരിൽ നിൽക്കുന്ന ഐഡിയലിസത്തെ കുറിച്ചാണ് അതിൽ ഈ മസ്രഹിയത്ത് ഈസിസിൽ എന്താകുന്നത് പറയുന്നത്. മറ്റൊന്നാണ് മസ്രഹിയ അൽ ഐദിൻ നാഇമ എന്ന് പറയുന്നത്. അതിൽ ചിത്രീകരിക്കുന്നത് ഈജിപ്ഷ്യൻ സൊസൈറ്റിയെ, 1952 വിപ്ലവത്തിന് ശേഷമുള്ള ഈജിപ്ഷ്യൻ സൊസൈറ്റിയെ ചിത്രീകരിക്കുന്ന നാടകമാണ് മസ്രഹിയ അൽ ഐദിൻ നായിമ എന്ന് പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ഒന്ന് അമൽ, ഇൽമ്, രണ്ടും വേണമെന്ന് പറയും. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അൽ പ്രിൻസ് ഫരീദ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം അല്ലതി യുആനി മിനൽ ബത്താല, അദ്ദേഹം ജോലി ഇല്ലാത്ത ഒരു അൺഎംപ്ലോയ്മെന്റ് ആയ ഒരാൾ, തൊഴിലില്ലായ്മ അനുഭവിക്കുന്നു. എന്താ കാരണം? അദ്ദേഹം ഒരു അരസ്തക്രാത്തിയ, ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ട് അദ്ദേഹം ഫുള്ള് ലക്ഷോറിയസ് ലൈഫ് നയിച്ചുകൊണ്ട് ജോലിക്കൊക്കെ മടിയുള്ള ഒരാളായി, ജോലി ഇല്ലാത്ത ഒരാളായി ജീവിക്കുന്നു. പിന്നെ ഡോക്ടർ ഹമൂദ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹവും തൊഴിലില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തൊഴിലില്ലായ്മക്കുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും മാർക്കറ്റിൽ അത്ര ഡിമാൻഡ് ഉള്ളതായിരുന്നില്ല. പിന്നെ സാലിം ഷാബ് എന്ന് പറയുന്ന ഒരു യുവാവ്, നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു യുവാവ് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള കരീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിയൊക്കെയാണ്, ഇവരാണ് പിന്നെ പ്രിൻസ് ഫരീദിന്റെ ഒക്കെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് അവരെ ജോലിക്ക് താല്പര്യമുള്ള ഒരാളാക്കി തീർക്കുന്ന ഒരു കഥയാണ് മസ്രഹിയത്തു അൽ ഐദിൻ നായിമ എന്ന് പറയുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട സന്ദേശം അൽ അമലു വൽ ഇൽമു അസാസു ബിനാഇൽ മുജ്തമഇൽ ജദീദ്, ഒരു പുതിയ സൊസൈറ്റിയുടെ നിർമ്മാണത്തിന്റെ അടിത്തറയാണ് ഇൽമും അമലും രണ്ടും ഉണ്ടാവുക എന്നത്. മറ്റേതാണ് മസ്രഹിയത്തു സുൽത്താൻ അൽ ഹാഇർ. ഇത് അറബി ഭാഷയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രഞ്ച് ഭാഷയിലും അൽ ഇഖ്തിയാർ എന്ന പേരിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഹൈറത്തുൽ ഇൻസാൻ ബൈനൽ ഖുവ വൽ ഖാനൂൻ, ശക്തിയുടെയും നിയമങ്ങളുടെയും ഇടയിൽ മനുഷ്യൻ അസ്വസ്ഥമാകുന്ന ഒരു തീമാണ് ഇതിൽ അവതരിപ്പിച്ചത്. ശക്തി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വാള്, ഖാനൂൻ എന്ന് പറഞ്ഞാൽ ശരിയ, നിയമങ്ങൾ. തുസവിറു സിറാഅ് ദാഖിലി ബൈന സുൽത്താനുൽ ബിലാദ്, അതായത് ഒരു നാട്ടിലത്തെ ഭരണാധികാരി, ഖാദിൽ ഖുലാത്ത്, അവിടുത്തെ ഖാദി, ഇവർ രണ്ടുപേരും ഇടയിലുള്ള ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. സുൽത്താൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഖുവ്വത്താണ്, ഖാദി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നിയമങ്ങളാണ്. അതായത് മത ഗാബൽ ഖാനൂൻ, എപ്പോഴാണോ നിയമങ്ങൾ അസ്തമിക്കുന്നത് ആ സമയത്ത് തസല്ലലത്തിൽ ഖുവ്വ ലിതദ്മീരിഹി, ശക്തി അതിലൂടെ ഊർന്നിറങ്ങി അതിനെ നശിപ്പിക്കാൻ തുടങ്ങും. നേരെ തിരിച്ചും സംഭവിക്കും. ശക്തി എപ്പോഴാണോ അസ്തമിക്കുന്നത് അപ്പോൾ അവിടെ നിയമങ്ങൾ വന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. മറ്റൊന്നാണ് മസ്രഹിയത്ത് മുഹമ്മദ്. കഴിഞ്ഞ വർഷം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതിയ തൗഫീഖുൽ ഹക്കീം എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു നാടകമാണ് മസ്രഹിയത്തു മുഹമ്മദ് എന്ന് പറയുന്നത്. തൗഫീഖുൽ ഹക്കീമിന്റെ നാടകങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ് എന്നല്ല,
അറബ് നാടകങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു നാടകമാണ് മസ്രഹിയത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്റ്ററിയാണ്, ജനനം മുതൽ മരണം വരെയുള്ള. അദ്ദേഹം ഇതിൽ അവലംബിച്ചിട്ടുള്ളത് ഹിസ്റ്ററി ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, താരീഖ്, ഇതൊക്കെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നാടകം എഴുതിയിട്ടുള്ളത്. ഇതിലൊരു മുഖദ്ദിമയും 3 ഫസ്ലുകളും ഒരു ഖാത്തിമയും ഉണ്ട്. നല്ല ക്ലാസിക്കൽ അറബ് ലാംഗ്വേജിലാണ് അദ്ദേഹം ഈ ഒരു രചന നടത്തിയിട്ടുള്ളത്. മറ്റൊരു നാടകമാണ് മസ്രഹിയ അർറജുൽ അല്ലദീ സുമിദ എന്ന് പറയുന്നത്. ഇതൊരു സോഷ്യൽ നാടകമാണ്. പിന്നെ അതിലെ ഹീറോ സാലിഹ് ബക്ക് എന്ന് പറയുന്ന ഒരാൾ, ഖാദിൻ മുത്തഖായിദിൻ, ഒരു റിട്ടയർഡ് ആയ ഖാദിയാണ്. നസീഹുൻ, അദ്ദേഹം വളരെ പരിശുദ്ധനായൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ലം യഖ്ല ലിരിഷ്വ, അദ്ദേഹം കൈക്കൂലിയൊന്നും വാങ്ങാത്ത പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത് തുആലിജു മഅനാത്തിൽ മുവദ്ദഫിൻ ബഅദൽ ഹർബിൽ ആലമിയ്യ സാനിയ, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദം അനുഭവിച്ചിരുന്ന ഒരുപാട് പ്രയാസങ്ങളൊക്കെയാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അതായത് അഴിമതി, ഫസാദാണ് അഴിമതി, ളുഅ്ഫുർ റവാത്തിബ്, അവരുടെ ശമ്പളത്തിന്റെ ബലഹീനത, വളരെ കുറഞ്ഞ ശമ്പളമൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇതിൽ അന്നസാഹ വസ്തൽ ഫസാദ്, ഇതിൽ പറയുന്നത് അഴിമതികൾക്ക് മധ്യേ പരിശുദ്ധനായി ജീവിക്കുന്ന ഒരാളുടെ ഒരു കഥയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊന്നാണ് മസ്രഹിയത്തു ലികുല്ലി ഫം എന്ന് പറയുന്നത്. തുനാഖിഷു ഖദിയ ഹലിൽ ഹയാത്തു ഹഖുൻ, ഇതിൽ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നം, ജീവിതം എന്നത് യാഥാർത്ഥ്യമാണോ അതോ മുജറദ് ഹുൽമിൻ ഫി ലമീൽ ഇൻസാനി, മനുഷ്യ മനസ്സിലെ ഒരു സ്വപ്നം മാത്രമാണോ അതോ യാഥാർത്ഥ്യമാണോ. അതുപോലെ ഇതിൽ പറയുന്നത് ചിന്താപരമായിട്ടുള്ള ഒരു ബോധം, അതിനെ എല്ലാവരും കാത്തു സൂക്ഷിക്കണം. അതുപോലെ പിന്നെ ലോകത്ത് നടക്കുന്ന ചേഞ്ചുകളിലൊക്കെ അതിനോടൊക്കെ ഒരു ഓപ്പൺ മൈൻഡാണ് എല്ലാവർക്കും വേണ്ടത്. അതുപോലെ റതാബ എന്ന് പറഞ്ഞാൽ കാർക്കശ്യത്തിനോടൊക്കെ വിമർശനാത്മകമായി ഉന്നയിക്കുന്നുണ്ട്. ആളുകളോട് കാർക്കശ്യത്തോടു കൂടി പെരുമാറുക. വത്തക്രാർ ഫി ദിഹ്നി അൽ ബശരിയ, മനുഷ്യന്റെ ചിന്തയിൽ ആവർത്തനം, അതുപോലെ കാർക്കശ്യം, ഇതിനൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണ് മസ്രഹിയ ലികുല്ലി ഫം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മസ്രഹിയത്ത് ബങ്കുൽ ഖലഖ് എന്ന് പറയുന്നത്. അതിവിടെ ഉത്കണ്ഠയെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു നാടകമാണ്. ഉത്കണ്ഠ കഥാ ഇൽ ആസർ ബൗദ സൗറ വഖുബൈൽ ഹസീമത്തി, 1967 അറബ് രാജ്യങ്ങളുടെ പരാജയത്തിന്റെ തൊട്ടു മുന്നോടിയായി വിപ്ലവത്തിന്റെ ശേഷം അവരുടെയൊക്കെ മനസ്സിൽ കാര്യമായിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഈ ഉത്കണ്ഠ എന്നുള്ളത്, ഒരു ആശങ്ക എന്നുള്ളത്. അതിൽ പ്രധാനമായി 2 കഥാപാത്രങ്ങളാണ്. ആദം എന്ന് പറഞ്ഞത് അൽ അഖൽ മുഫക്കിർ, ചിന്തയെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രമാണ്. ഷായ്ബ എന്ന് പറഞ്ഞാൽ ഇൻസാനുൽ ആതിഫി, വൈകാരികമായ ഒരു മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതിൽ പറയുന്നത് ബൻകുൽ ഖലഖ് എന്ന് പറഞ്ഞാൽ മജാസ്, ഇതൊരു മജാസായ ഒരു പ്രയോഗമാണ്, ആലങ്കാരിക പ്രയോഗമാണ്. ലിൻതിഷാരിൽ മറദിൻ നഫ്സി ഫിൽ മുജ്തമ, സമൂഹത്തിൽ മെന്റൽ രോഗങ്ങൾ, മാനസികമായ രോഗങ്ങൾ വ്യാപിക്കുന്നു എന്നാണ് ഈ ഒരു നാടകത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു നാടകമാണ് തൗഫീഖുൽ ഹക്കീമിന്റെ മസ്രഹിയത്തു സലാത്തിൽ മലായിക്ക. ഇത് ആദ്യമായി സുൽത്താനുൽ അലാം എന്ന കിതാബിന്റെ അകത്താണ് ഇത് എഴുതിയിരുന്നത്. ഇത് അൽ മസ്രഹുൽ മുനവ്വർ എന്ന് പറയുന്ന ആ വാള്യത്തിൽ ഉൾപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ആകാശത്തിലെയും ഭൂമിയിലെയൊക്കെ വ്യത്യസ്ത സീനുകളാണ്, രംഗങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുപോലെ ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപത്യത്തിനെ മറികടക്കുന്ന, അതുപോലെ സിവിലൈസേഷനെ തകർക്കുന്ന അതിൻ്റെ അപകടങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു നാടകമാണ് മസ്രഹിയത്തു സലാത്തിൽ മലായിക്ക എന്നുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. അവസാനത്തെ ഒന്നാണ് മസ്രഹിയത്തു യാ ത്വാലിയ ഷജറ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇല്ലോജിക്കൽ ആയിട്ടുള്ള മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലുള്ള അവൻ്റെ ആന്തരികമായ അവസ്ഥകൾ ആവിഷ്കരിക്കുന്ന ഒരു നാടകമാണ് മസ്രഹിയ ലാ മഅഖൂല എന്ന് പറയുന്നത്. ആ മേഖലയിൽ അദ്ദേഹം രചിച്ച ഏക നാടകമാണ് യാ ത്വാലിയ ഷജറ എന്ന് പറയുന്നത്. അതിൽ കമ്മ്യൂണിക്കേഷന്റെ ക്രൈസിസ്, വെല്ലുവിളികൾ, ഭാഷയുടെ വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, മനുഷ്യന്റെ മാനവികതയുടെ മേലുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, ഇതൊക്കെയാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു യൂണിറ്റിൽ, രണ്ടാമത്തെ യൂണിറ്റിൽ തൗഫീഖുൽ ഹക്കീം, അതുപോലെ അദ്ദേഹം അറബ് നാടകത്തിന് നൽകിയ സംഭാവനകൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.